എവ്രിവൺ. നമ്മുടെ NIOS ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ലാസ്റ്റ് ഡേ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അല്ലേ. അതിൽ നമ്മൾ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് സെക്ഷൻ എയും ബിയും ഈ ഒരു സെക്ഷൻസിൻ്റെയൊക്കെ പ്രത്യേകത എങ്ങനെയാണ്, ഏത് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തി. ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു ഏത് സെക്ഷനാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഉത്തരം എഴുതുന്ന സമയത്ത് ഏത് സെക്ഷനാണ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്, അത് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി കാര്യത്തിലേക്ക് വരാം. സെക്ഷൻ എ ആണെങ്കിലും ബി ആണെങ്കിലും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുമ്പോൾ ഏത് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണോ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ സെക്ഷൻ വേണം ആദ്യം ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സെക്ഷൻ എ കൊടുത്തത് കൊണ്ട് സെക്ഷൻ എ തന്നെ ആദ്യം എഴുതി തുടങ്ങണമല്ലോ എന്ന് വിചാരിച്ചിരിക്കും നിങ്ങൾ. പക്ഷെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണയില്ല. എങ്കിലും എ തുടങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എയിൽ നിന്ന് നിങ്ങൾ എഴുതി വരുമ്പോൾ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സ് ആദ്യം തന്നെ കാണുന്നത് നിങ്ങൾ വലിയ എന്താ പറയുക, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ധാരണയില്ല എന്ന് അവർക്ക് മനസ്സിലാവും. കാരണം അതിൽ ഒബ്വിയസ്ലി റോങ് ആൻസേഴ്സ് ആയിരിക്കും വരിക. അതുകൊണ്ടാണ് പറഞ്ഞത് ഏത് സെക്ഷൻ ആണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് സെക്ഷൻ ബി ആണെങ്കിലും സി ആണെങ്കിലും നോ പ്രോബ്ലം. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. എന്താണെന്നല്ലേ, ഇനി നിങ്ങൾ സെക്ഷൻ ബി ആണ് ആദ്യം തുടങ്ങുന്നതെങ്കിൽ ആ ബിയിലെ ചോദ്യങ്ങൾ ഒരു സീക്വൻസ് പാറ്റേൺ, അതായത് 1 2 3 4 5 6 ആ പാറ്റേണിൽ നിന്ന് കംപ്ലീറ്റ്ലി ആ സെക്ഷൻ ബിയിൽ എത്ര ചോദ്യങ്ങളുണ്ടോ അത് കംപ്ലീറ്റ്ലി നിങ്ങൾ എഴുതിയിട്ട് വേണം അടുത്ത സെക്ഷനിലെ ആൻസേഴ്സ് എഴുതാൻ. അല്ലാതെ സെക്ഷൻ ബിയിലെ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ എഴുതി പിന്നെ നിങ്ങൾ സെക്ഷൻ സിയിൽ പോയിട്ട് ഉത്തരം എഴുതുന്നു. അത് കഴിഞ്ഞ് സെക്ഷൻ എയിലേക്ക് വരുമ്പോൾ പൊന്നു മക്കളെ, വാല്യൂ ചെയ്യുന്ന അധ്യാപകരെ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. കാരണം ഒരു പേപ്പറിന് അവർക്ക് ഒരുപാട് ടൈം എടുക്കേണ്ടി വന്നാൽ ഉറപ്പാണ് നിങ്ങൾക്ക് അവർ തരുന്ന മാർക്ക് അത് കുറഞ്ഞു പോവുകയുള്ളൂ. നോ ഡൗട്ട് ഓൺ ദാറ്റ്. കാരണം പെർ ഡേ എബൌട്ട് ഒരു 50 ആൻസർ കോപ്പി, 50 ആൻസർ കോപ്പീസ് അവർക്ക് നോക്കാനുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് എല്ലാ ആൻസർ ചെയ്യുന്നതെങ്കിൽ അത് പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്ഷൻ ബി സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങളിപ്പോൾ സെക്ഷൻ ബി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം വളരെ ഫോർമലായിട്ട് ആ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് 1 2 3 4 5 6 ആ ഒരു പാറ്റേണിൽ തന്നെ ആൻസേഴ്സ് എഴുതി വരാം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ആൻസർ എഴുതിയിട്ടോളൂ. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് അടുത്ത സെക്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരു സെക്ഷൻ ചൂസ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ അതൊരു ഫ്രഷ് പേപ്പറിൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് സെക്ഷൻ ബിയിലെ ആൻസേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ ലാസ്റ്റ് നിങ്ങൾ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ കുറച്ച് ഭാഗമുണ്ട്, എന്നാൽ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് സെക്ഷൻ സിയുടെ ആൻസേഴ്സ് അവിടെ നിന്ന് എഴുതരുത്. അത് എപ്പോഴും ഒരു ഫ്രഷ് പേപ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ സെക്ഷൻ സി എന്ന് കൊടുത്തിട്ടും അതും ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീക്വൻസ് പാറ്റേൺ ഫോളോ ചെയ്തിട്ടായിരിക്കണം അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇനി വേറൊരു കാര്യം പറയട്ടെ, എന്താണെന്നല്ലേ, സെക്ഷൻ എ അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. പക്ഷേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞത്. സെക്ഷൻ എ ആദ്യം തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അങ്ങനെ ഒരു ധാരണ ഇല്ല, നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെയാണ് നിങ്ങൾ സെക്ഷൻ ബിയിലേക്കും സിയിലേക്കും പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ആൻസേഴ്സ് എഴുതാൻ സമയം കിട്ടില്ല. എപ്പോഴും സെക്ഷൻ എ സെലക്ട് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയും എന്ന് ധാരണയുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അറിയുന്ന, നന്നായിട്ട് ആൻസർ ചെയ്യാൻ അറിയുന്ന സെക്ഷൻ ഏതാണോ അത് ആദ്യം ചൂസ് ചെയ്യുക. ദെൻ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ഇനിയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്നല്ലേ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം, അതെങ്കിൽ NIOS എക്സാം നല്ല സിമ്പിളായിട്ട് എഴുതണം എന്നാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.